ഹായ്. യെസ്. ഒരു കൊല്ലായി ഉണക്കി വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല, ഒരു കേടും ആയിട്ടില്ല കേട്ടാ. ഇതെന്താ ഇവിടെ പരിപാടി? ഓക്കെ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ലഞ്ചിന് വെക്കാൻ പോണ കറി ഐക്കുറ കറിയാണ്. ഇനി നല്ലോണം ഞോണ്ടണം. അങ്ങനെ കറി കുറച്ച് ഒഴിച്ചു. ഇനി ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് സ്പെഷ്യൽ ഇരിക്കുന്നുണ്ട്, ബീട്രൂട്ട് തോരൻ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ശ്രീരകം വ്ളോഗിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാളെന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഹായ്. യെസ്. ഞാനേ എന്താ പരിപാടി? ചമ്മന്തി ഇപ്പം എളുപ്പത്തിലാക്കി വേഗം ഒന്ന് നേരം വൈകി. സമയതാ 9:30. ഇന്ന് ഇത്ര നേരം വൈകുന്നു വിചാരിച്ചില്ലായിരുന്നു. അതിന് വേഗം കടുക് പൊട്ടിച്ചിട്ടേ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ദോശയും ചട്നി. ഓക്കെ. യെസ്. സിമ്പിളായിട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് മീൻകറിയും ചോറൊക്കെ അപ്പൊ പിന്നെ ഇതുപോലെ അത് ഏട്ടൻ വേഗം ചായ വെക്കാൻ നോക്കിക്കോളൂട്ടാ. ഇപ്പാവും. ഇതെന്താ ഉച്ചയ്ക്കുള്ള? ഉച്ചയ്ക്കുള്ള മീൻകറി. ഓക്കെ. ആരെ വെക്കുന്ന മീൻകറി ഏട്ടനല്ലേ? ഏട്ടന്റെ സ്പെഷ്യൽ ആയിക്കോട്ടെ. ഞാൻ വെക്കണേ ഞാൻ വെക്കാം. അപ്പൊ ഏട്ടന്റെ സ്പെഷ്യൽ കഴിക്കില്ല. ഓക്കെ. കരിവേപ്പില ഉണക്കിയിട്ടതുകൊണ്ട് കേട്ടാ. ഒരു കൊല്ലായി ഉണക്കി വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല, ഒരു കേടും ആയിട്ടില്ല കേട്ടാ. എന്താ സാധനം അത്? കരിവേപ്പില. അതെ. ഇനിയിപ്പോ നാട്ടിൽ നിന്ന് കിട്ടുന്ന വരെ അത് സൂക്ഷിച്ച് വെക്കുകയാണ്. അതാ ഇന്ന് ചായ വെച്ചോളൂ. ഞാൻ വേഗം ദോശ ഉണ്ടാക്കട്ടാ. ഓക്കെ. നെയ്റോസ്റ്റ് ഒന്ന്. ഹോട്ടലത്തെ ദോശയാ? ഹോട്ടൽ ദോശ. ഹോട്ടൽ ദോശ ആണോ നോക്കട്ടെ. ശരവണ നെയ്റോസ്റ്റ്. ചായ ഞാൻ വെക്കണ അത് വെക്കുവോ? വെക്കണെങ്കിൽ വെക്കട്ടാ. ഞാൻ വെച്ചാൽ ചായക്ക് കടുപ്പം പോരാന്നാ. അതുകൊണ്ടാണ് ഞാൻ വെക്കാന്ന് പറയുന്നത്. എന്റെ ചായ അവർക്ക് കടുപ്പം മതിയാവില്ല. എനിക്ക് അത്യാവശ്യം കടുപ്പം വേണം. ഞാൻ നല്ല കടുപ്പത്തിൽ വെക്കും, എന്നാലും അങ്ങനെ തന്നെ പറയുള്ളൂ. നല്ല കടുപ്പം വേണം എന്ന് പറയും. അതിനകത്ത് വെച്ചോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ലുലു പോകണം അല്ലേ? ലുലു പോവാന്ന് ചേട്ടനെ ഒരിക്കൽ വേണ്ടാന്ന് പറയും, ഒരിക്കൽ വേണമെന്നും പറയും. ഇപ്പൊ പോയി വന്നിട്ട് ആവശ്യം പോയാൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ചേച്ചിപ്പോ കാര്യങ്ങളൊന്നും വയ്ക്കാണ്ടല്ലോ.
ഇന്നിപ്പോൾ എവിടെ പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് നടക്കില്ല കുഴി. അതിപ്പോ ഞാൻ അവിടെ ഇച്ചിരി കനം കൂടി അതിനൊന്നും എടുത്തിട്ട് ആദ്യം വെച്ച ദോശയുണ്ട് കണ്ട് നോൺ സ്റ്റിക്കിലല്ലേ അപ്പോൾ അതിന് ദോശ നോക്കി വരിക ചൂടായിട്ട്. അത് ശരി. ഇത് ദോശക്കല്ലേ അല്ല, പിന്നെ എന്ത് കല്ലത്? ഇത് ശരിക്കും നോൺ സ്റ്റിക്കിന്റെ കല്ലാണ്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ദോശക്കല്ല അല്ലായിരുന്നു. അങ്ങനെ മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ചൂടിന്റെ കണക്കൊക്കെ ഉണ്ട്. അതിന് കണക്കായിട്ട് വേണം ചോദിക്കാൻ, എന്നാലും നല്ല ദോശ കിട്ടുള്ളൂ. നല്ല പൊടിമുരായിട്ട് കഴിക്കണമെങ്കിൽ ചായ വെച്ചാൽ ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ ദോശ റെഡി. ഇനി അടുത്തത് വെക്കട്ടെ. ആ ഒരു ദോശ വെച്ചിട്ട് അടുത്ത ദോശ വെക്കുമ്പോൾ ആൾ കഴിച്ചിട്ടാവും. അടിപൊളി കടുപ്പുള്ള ചായ ഉണ്ടാവും. ഫുൾ കടുപ്പം. എനിക്കത്ര കടുപ്പം പറ്റില്ല. ഇത് കടുപ്പം പറ്റുന്നില്ലടാ. ചായ കുടിക്കുമ്പോൾ കടുപ്പത്തിൽ രാവിലെ കുടിക്കുക. അതിൻ്റെതായിട്ടുള്ളൊരു എനർജി ഉണ്ടാവും അന്നത്തെ മോർണിംഗിൽ. ഇത് ഇല്ല, കുറച്ച് വെച്ചിട്ടുള്ള പാല് കുറച്ച് തന്നെ രണ്ടാവും വെച്ചില്ല. ദേവാത്മികേ ചായ ചായ കുടി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ്. നെക്സ്റ്റ് നമ്മൾ ലഞ്ചിൻ്റെ പരിപാടി നോക്കണം അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ 11 ആവും. മറ്റേ ആയിക്കോറല്ലേ ഒന്ന് അയക്കൂര കറിയും വെക്കാം. അതിലൊരു ചുവന്ന മീനില്ലേ നമ്മള് കഴിഞ്ഞ ഫ്രൈ ആക്കാം. ബോംബെ എന്താണ്? ബോംബെ എന്ത് മീനാണ്? ഗോൾഡൻ ഫിഷ് എന്തോ. ബോംബെ ഗോൾഡൻ ഫിഷ് നമ്മളാദ്യമായിട്ട് കാണുന്നത് അല്ലേ? പക്ഷെ ആൾക്കാരൊക്കെ മേടിച്ചോണ്ടാണ് കാരണം നമ്മളും മേടിച്ചത്. മലയാളികളൊക്കെ മേടിക്കണ്ടായിരുന്നത്. എനിക്കിട്ടാ ഇതെന്താ പരിപാടി? ഓക്കെ, എന്നാ കൂർക്കപ്പേരി വെക്കണ്ടേ? ഓക്കെ. ആ അല്ലല്ല, എന്ന് വേണം. കൂർക്കപ്പേരി നമ്മുടെ ഫേവറേറ്റ് അല്ലേ? ഞാൻ അടിച്ചേരിട്ടേ അങ്ങോട്ട് വരാം. വീക്കെൻഡ് അല്ല, വീക്ക്ലി ക്ലീനിങ് അല്ലേ? ഡെയിലി ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ലഞ്ചിന് വെക്കാൻ പോണ കറി ഐക്കുറ കറിയാണ്. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, 2-3 വെളുത്തുള്ളി ഇതൊക്കെ ആദ്യം നമ്മൾ ചായച്ചെടുക്കുക.
4 പച്ചമുളക്, അതേപോലെ ഒരു ചെറിയ തക്കാളി ഒക്കെ ചെറിയ പീസാക്കി ഇടുക. ഇനി കുറച്ച് കറിവേപ്പില ഇടുക. ഇനി നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടാം. അതിൽ കൂടെ തരി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. മല്ലിപ്പൊടി ഒരു അല്പം വേണമെങ്കിൽ ഇടാം. അങ്ങനെ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഞെരടുക. നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം ഇങ്ങനെ നരച്ച പോലെ ആക്കിയെടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ. ഇനി നമ്മൾ ആവശ്യമുള്ള ഉപ്പിടുക. ഇനി നല്ലോണം ഞോണ്ടണം ഇങ്ങനെ. ഇനി നമ്മൾ ആവശ്യമുള്ള പുളി, വെള്ളത്തിലിട്ട പുളി നല്ലോണം പിഴിഞ്ഞ് വയ്ക്കുക. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. അപ്പോഴാണ് നമ്മുടെ മീനിന് കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ മീൻകറി ചെറിയ ഉള്ളിയും വേപ്പിലിട്ട് താളിച്ചു. ചിലയിടത്ത് വറുത്തിടാന്ന് പറയും. കേരളത്തിൻ്റെ പല ഭാഗത്തും പല രൂപത്തിലാണ് പറയുക. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ ടേബിളിൽ കൊടുന്ന് വെച്ചു. ഇനി വൈഫ് മിനിയാണ് ഇനി അത് ടേസ്റ്റ് നോക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാനൊന്ന് നോക്കട്ടെ കറി എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ്. അപ്പോൾ കറി ഞങ്ങൾക്ക് എരിവ് അധികം പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് ഒഴിക്കുന്ന കേട്ടാ. അതിനെ ചെറിയ സ്പൂണ് കൊണ്ടുവന്ന് തോനെ കറി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറി കുറച്ച് ഒഴിച്ചു. ഇനി ടേബിളിൻ്റെ മുകളിൽ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ബീഫ് സ്പെഷ്യൽ ഇരിക്കുന്നുണ്ട്, ബീട്രൂട്ട് തോരൻ ഇരിക്കുന്നുണ്ട്, പിന്നെ മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് 2 സാധനം എടുത്തിട്ട് ആദ്യം ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഞാൻ വായിൽ നോക്കട്ടെ എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം.